അങ്ങനെ ആ സമയത്ത് രാത്രി മുഴുവനും അധ്വാനിച്ച് ക്ഷീണിച്ചതിന്റെ പേരിൽ ഉച്ചയ്ക്ക് ഉറങ്ങാൻ വേണ്ടി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരുങ്ങുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നത്. മാ തുരീദു അൻ തസ്നഅ യാ അബതി, ഉപ്പാ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഒരുങ്ങുന്നത്? ഉപ്പ പറഞ്ഞു, ഐ ബുനൈ, പൊന്നുമോനെ, അഖീലു, ഞാൻ കുറച്ച് ഉറങ്ങട്ടെ, ഞാൻ ഉച്ചയുറക്കത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. മകൻ ചോദിച്ചു, അത്തഖീം വലാ തറുദ്ദുൽ മവാലിമ ഇലാ അഹ്ലിഹാ, രാജ്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പൂർണ്ണമായി ഉത്തരവാദിത്തം നിർവഹിക്കാതെ നിങ്ങൾ ഉറങ്ങുകയോ? നിങ്ങൾ 20ഓളം സാമ്രാജ്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇവിടുത്തെ പ്രജകളുടെ, ഇവരുടെ ജനങ്ങളുടെ ക്ഷേമാശ്ചര്യങ്ങൾ അന്വേഷിക്കാതെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാതെ നിങ്ങൾ ഉറങ്ങുകയാണോ? അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ കൊച്ചുമോനോട്, തന്റെ പൊന്നുമോനോട് പറയുന്നത്, ഐ ബുനയ്യ, പൊന്നുമോനെ, ഇന്നി സഹർതുൽ ബാരിഹ ഫീ അംരി അമ്മിക സുലൈമാൻ, ഞാൻ നിന്റെ അളാപ്പയായ, നിന്റെ അമ്മാവനായ സുലൈമാൻ എന്ന് പറയുന്ന നിന്റെ അമ്മാവന് വേണ്ടി, അമ്മാവന്റെ ആവശ്യങ്ങൾ തീർത്തു കൊടുക്കാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇന്നലെ രാത്രി ഞാൻ ഒരു പോള കണ്ണടച്ചിട്ടില്ല മോനെ. ഇന്നലെ രാത്രി തീരെ ഉറങ്ങാതെ നിന്റെ അമ്മാവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പോൾ ദുഹാ സമയമായി, ഇനി ദുഹർ നിസ്കാരം വരെ ഞാൻ കിടന്നുറങ്ങട്ടെ. ദുഹർ നിസ്കാരം കഴിഞ്ഞാൽ ആർക്കൊക്കെ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടോ അതൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തോളാം, അവരുടെ ആവശ്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമകനോട്, തന്റെ കൊച്ചുമകനോട് പറഞ്ഞപ്പോഴാണ് മഹാനായ അമീറുൽ മുഅ്മിനീനെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ചോദ്യം ആ പൊന്നുമോൻ ചോദിച്ചത്. യാ അമീറുൽ മുഅ്മിനീൻ, ഇന്ന് നിങ്ങൾ എന്റെ ഉപ്പയല്ല, നിങ്ങൾ 20ഓളം സാമ്രാജ്യങ്ങളുടെ അധിപനാണ്, 20ഓളം സാമ്രാജ്യങ്ങളുടെ നേതാവാണ്, നിങ്ങൾ അമീറാണ്, രാജാവാണ്, ഖലീഫയാണ്. ആ നിങ്ങൾ മിൻ ഐന ലക അൻ തഈശ ഇല ളുഹർ, ളുഹർ വരെ നിങ്ങൾ ജീവിക്കുമെന്ന് നിങ്ങൾക്ക് ആരാണ് ഉറപ്പ് തന്നത്? ഇപ്പോൾ ദുഹാ സമയമാണ്, നിങ്ങൾ പറഞ്ഞത് ളുഹർ വരെ ഞാൻ കിടന്നുറങ്ങി, ഇനി ളുഹർ വരെ നിങ്ങൾ നിസ്കരിക്കുമെന്ന്, നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾക്ക് ആരാണ് ഉറപ്പ് തന്നത്? അതിനു മുമ്പ് നിങ്ങൾ മരിച്ചു പോയാലോ എന്ന ഒരു ചോദ്യം ആ കൊച്ചുമോൻ ഉപ്പയോട് ചോദിക്കുകയാണ്. അടുത്ത് ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഫ്ലാറ്റിലേക്ക് മംഗലാപുരത്ത് ഞാൻ പോയിരുന്നു. അവിടെ ആ ഫ്ലാറ്റിൽ ഒരു സൈക്കിൾ ഉണ്ട്, നമ്മുടെ BMW കാർ, അതിന്റെ സൈക്കിളാണ്. നമ്മളൊക്കെ രാവിലെ ജോഗിങ്ങിന് വേണ്ടി ഒരു 7,000 രൂപ 12,000 രൂപയൊക്കെ വാങ്ങിച്ച് രാവിലെ സൈക്കിൾ ഓടിക്കുന്ന ആളുകളാണ്. അപ്പൊ ആ ഒരു സൈക്കിളിന്റെ വില അന്വേഷിച്ചപ്പോ 75,000 രൂപയാണ്. വീടിനകത്ത് കളിക്കുന്ന ഒരു സൈക്കിളാണ്, 75,000 രൂപയാണ് ആ ഒരു സൈക്കിളിന്റെ വില. എന്നിട്ട് നമ്മുടെ സുഹൃത്താണ് നിസാർ എന്ന് പറയുന്ന എന്റെ മഹല്ലിലെ ഒരു ചെറുപ്പക്കാരനാണ്, നല്ലൊരു വ്യവസായിയാണ്. മംഗലാപുരത്തും ഗൾഫിലൊക്കെ ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളുള്ള നല്ലൊരു വ്യവസായിയാണ്. അപ്പോ ആ സഹോദരനോട് പറഞ്ഞു, ഞാനിത് വാങ്ങിച്ചു കൊടുക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. ഞാൻ എന്റെ വണ്ടി BMW അത് സർവീസിന് വേണ്ടി ഷോറൂമിൽ പോയതാണ്. അപ്പൊ അവിടെ ഒരു സൈക്കിൾ ഉണ്ടായി, ഈ സൈക്കിൾ അവിടെ ഉണ്ടായ സൈക്കിളാണ്. അപ്പൊ എന്റെ മകൻ എന്നോട് പറഞ്ഞു, ഉപ്പ ആ സൈക്കിൾ എനിക്ക് വേണമെന്ന്. ഞാൻ പറഞ്ഞു, ആ സൈക്കിളോ? അതിന് വലിയ വിലയുണ്ട്, അതിന് ഏകദേശം 50,000 1 ലക്ഷത്തോളം വിലയുണ്ട് എന്ന് ഞാൻ എന്റെ മകനോട് പറഞ്ഞപ്പോ മകൻ ചോദിച്ചു, അതെന്താ ഉപ്പ അങ്ങനെ? നിങ്ങൾക്ക് BMW കാർ ഉപയോഗിക്കാം, എനിക്ക് BMW സൈക്കിൾ ഉപയോഗിച്ചുകൂടെ? പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല, ഞാനത് വാങ്ങിച്ചു കൊടുത്തു. മക്കളുടെ ചില ചോദ്യങ്ങൾ അങ്ങനെ, മക്കൾ ചില സ്ട്രൈക്ക് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കും. അതേ സുഹൃത്ത് ഇന്നലെ ബാംഗ്ലൂരിലായിരുന്നു പരിപാടി. ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോ വരുന്ന വഴിയിൽ കാണാനിടയായി. ഇന്നൊരു വിഷയം പറഞ്ഞു, തന്റെ കൊച്ചുമോൾ അതേപോലെ മറ്റൊരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. കുട്ടികൾ മൊബൈൽ എടുത്ത് കളിക്കുമ്പോ ഞാൻ എപ്പോഴും അവരെന്ത് ചെയ്യും, റേഡിയേഷനൊക്കെ പ്രശ്നമായതുകൊണ്ട് അവരെ നിയന്ത്രിക്കാറുണ്ട്, മൊബൈൽ തുടരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിയന്ത്രിക്കാറുണ്ട്. അങ്ങനെ ഞാൻ പലപ്പോഴും എന്റെ കൊച്ചുമകൾ 2 വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ, ആ മകളെ ഞാൻ നിയന്ത്രിക്കുമ്പോൾ
ഇരിക്കുമ്പോ ഒരു ദിവസം എന്നോട് ചോദിച്ചു, 24 മണിക്കൂറും വാട്സപ്പിലും ഫേസ്ബുക്കിലും കളിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ മൊബൈൽ ഫോണിൽ കളിക്കുന്നുണ്ടല്ലോ, പിന്നെ എനിക്കെന്താ കളിച്ചാൽ? ഇതുപോലെയുള്ള ചില ചോദ്യങ്ങൾ നമ്മുടെ മക്കൾ നമ്മോട് ചോദിക്കും. അത് ആ ചോദ്യം വരാതിരിക്കാൻ നമ്മൾ ആദ്യം മാതൃകാ യോഗ്യരായ രക്ഷിതാക്കളായി മാറണം. അവിടുത്തെ ആ ഒരു പോയിന്റ് നമ്മുടെ മനസ്സിലേക്ക് ഇരിക്കട്ടെ. ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. നമ്മൾ മാതൃകാ യോഗ്യരായിരിക്കണം. ഉമ്മയും ഉപ്പയും. നമ്മൾ മൊബൈൽ ഫോണിൽ 24 മണിക്കൂറും കളിച്ചും അതിന്റെ സോഷ്യൽ മീഡിയകളിലും നെറ്റ്വർക്കുകളും ഉപയോഗിച്ച് നമ്മുടെ മക്കളെ ഉപദേശിക്കാൻ നമ്മൾക്കൊരു അവകാശവുമില്ല. ഉമ്മമാർ 24 മണിക്കൂർ മൊബൈലിലാണ്, അത് മക്കൾ ഉപയോഗിക്കുമ്പോൾ പ്രശ്നം. 24 hours ടിവിയുടെ മുമ്പിലാണ്, മക്കൾ സിനിമ കാണുമ്പോൾ പ്രശ്നമാണ്. ഉമ്മമാർ കൃത്യമായി നിസ്കരിക്കാറില്ല, മക്കൾ നിസ്കരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഇത് ആദ്യം മനസ്സിലാക്കണം. എന്താണോ നമ്മൾ ചെയ്യുന്നത് അതാണ് നമ്മുടെ മക്കൾ ചെയ്യുക. നമ്മുടെ ഉപദേശങ്ങൾ എല്ലാവരും കേൾക്കുന്നത് അവരുടെ ചെവി ഉപയോഗിക്കുന്നതിനേക്കാളും അവരുപയോഗിക്കുന്നത് അവരുടെ കണ്ണാണ്. ആ കണ്ണിലൂടെ ഉപ്പ എന്ത് ചെയ്യുന്നു, ഉമ്മ എന്ത് ചെയ്യുന്നു, ഓരോ ചലനങ്ങളും അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണോ ഉപ്പ, എന്താണോ ഉമ്മ, അതാണ് മക്കളായി മാറുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മളൊരു റോൾ മോഡലായി മാറണം. നമ്മുടെ മക്കൾക്ക് ഉപദേശിക്കാൻ പേടി തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറരുത്. നമ്മുടെ ഭാഗത്ത് ന്യൂനതകളും നമ്മുടെ ഭാഗത്ത് വീഴ്ചകളും വരാൻ പാടില്ല. മക്കൾ പല ചോദ്യങ്ങളും തിരിച്ച് നമ്മളോട് ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം ഇനിയുള്ള ഓരോ നീക്കുപോക്കുകളും. പഴയ കാലമല്ല, 21ാം നൂറ്റാണ്ടാണ്. ഇത് ആ ഒരു ഡാർക്ക് ഏജ് അല്ല എന്ന ഒരു ബോധം കൂടി നമ്മളിൽ ഉണ്ടാവണം. അള്ളാഹു നമ്മയൊക്കെ നല്ലവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉറങ്ങാൻ വേണ്ടി പോകുമ്പോഴാണ് തന്റെ കൊച്ചുമോൻ ചോദിക്കുന്നത്, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ ഉപ്പാ, ഉപ്പാ എന്നെ വിളിക്കുന്നത് മുഅ്മിനീങ്ങളുടെ അമീർ, മുഅ്മിനീങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ഖലീഫയല്ല നിങ്ങൾ. മിൻ ഐന ലക അൻ തഈശ ഇലൽ ളുഹ്രി, നിങ്ങളോട് ആരാണ് പറഞ്ഞത് ളുഹ്ർ നിസ്കാരം വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് ആരാണ് പറഞ്ഞത്? അതിനു മുമ്പ് മരിച്ചു പോയാലോ? മാ മിൻ അബ്ദിൻ യസ്തറഇഹില്ലാഹ്, അല്ലാഹു തആല ഒരാൾക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകി, അല്ലാഹു ഒരാൾക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകി, അത് നിറവേറ്റാതെ ഒരാൾ മരിച്ചു പോയാൽ ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, അവർക്ക് സ്വർഗ്ഗം ഹറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ വളരെ പേടിക്കേണ്ട ഹദീസാണത്. ഉമ്മമാരും ഉപ്പമാരും രക്ഷിതാക്കളും കമ്മിറ്റി ഭാരവാഹികളും ഉസ്താദുമാരും എല്ലാ ആളുകളും ഒരുപാട് ഭയക്കേണ്ട ഹദീസാണത്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, എല്ലാവരും ഭരണാധികാരികൾ, എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. അവരവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപ്പമാരോട് ചോദ്യമുണ്ട്, ഉമ്മമാരോട് ചോദ്യമുണ്ട്, ഉസ്താദുമാരോടുണ്ട്, കമ്മിറ്റി ഭാരവാഹികളോടുണ്ട്, അധ്യാപകരോടുണ്ട്, എല്ലാ ആളുകളോടും അല്ലാഹു അവരവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചോദിക്കും. എന്തെങ്കിലും ഒരു വീഴ്ച വന്നു പോയാൽ, എന്തെങ്കിലും ഒരു അപാകത വന്നു പോയാൽ, എന്തെങ്കിലും ഒരു ന്യൂനത വന്നു പോയാൽ അവർക്ക് സ്വർഗ്ഗം ഹറാമാണെന്നാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ ചോദിച്ചു വാങ്ങുന്നവർ, സെക്രട്ടറി സ്ഥാനങ്ങൾ, പ്രസിഡന്റ് സ്ഥാനങ്ങൾ, കമ്മിറ്റിയിൽ അംഗമാവാൻ വേണ്ടി മത്സരിക്കുന്ന ആളുകൾ, വല്ല ന്യൂനതയും നമ്മളിൽ നിന്ന് വന്നു പോയാൽ നാളെ നമ്മുടെ അമൽ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് വിചാരിക്കേണ്ട. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഉത്തരവാദിത്ത ബോധമുള്ള ആളുകൾ, ഉത്തരവാദിത്തങ്ങളുള്ള ആളുകൾ ഈ ഒരു ഹദീസ് എന്നും ഓർത്തു വെക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. മകൻ ചോദിച്ചപ്പോ ഉപ്പ് പേടിപ്പിച്ചില്ല. നീ ആരാണെന്ന് ചോദിക്കാൻ? നമ്മളങ്ങനെയല്ല പറയാം. ചെറിയ കുട്ടികളോട് എന്തെങ്കിലും വല്ലതും ചോദിക്കുമ്പോ അവരെ അടക്കി ഭരിക്കാനാണ് നമ്മുടെ താല്പര്യം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ മഹാന്മാരായ സ്വഹാബാക്കൾ നമ്മോട് പഠിപ്പിക്കുന്നത് ലാഇബ് ഇബ്നക സബഅൻ,
നമ്മുടെ മക്കൾ ചില കാര്യങ്ങൾ നമ്മോട് ചോദിക്കും. അപ്പൊ അടക്കി ഭരിക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം, രക്ഷിതാക്കൾക്ക് കഴിയണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാന്മാരായ സ്വഹാബാക്കൾ അലി തങ്ങളാണോ ഉമർ തങ്ങളാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് 7 വയസ്സ് വരെ കളിച്ച് ജീവിക്കണമെന്ന്. അവർ 7 വയസ്സിന് മുമ്പ് ഞാൻ നിങ്ങളെ കിക്ക് ചെയ്യുമെന്നും ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്യുമെന്നും ഞാൻ നിങ്ങളെ അടിക്കുമെന്നൊക്കെ പറയും. ഇത്രയും കുട്ടികളാ. അത് കണ്ടിട്ട് നീ ആരാന്ന് പറയാനെന്ന് പറഞ്ഞിട്ട് അവരെ അടിക്കാനും അവരെ വിഷയപ്പെടുത്താനും പോകരുത്. അവർ മാന്യമായി കളിച്ചവരുടെ കൂടെ ചെലവഴിക്കുക. 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതബ് പഠിപ്പിക്കേണ്ട സമയമാണ്, മര്യാദ പഠിപ്പിക്കേണ്ട സമയമാണ്. 7 വയസ്സ് വരെ അവരോട് കളിക്കണം. ഒരാൾക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനോട് പെരുമാറേണ്ടത് കുഞ്ഞുങ്ങളെ പോലെയാണ്, കുട്ടികളെ പോലെ അഭിനയിച്ച് പെരുമാറണമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കുട്ടികളോട് തിരിച്ച് ദേഷ്യപ്പെടാൻ നിൽക്കരുത്. അവര് ചെറിയ പ്രായമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഭാഗത്താണ് വീഴ്ചയെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം. തിന്മകൾ നമ്മൾ ന്യായീകരിക്കരുത്. ഉപ്പ ചെയ്യുന്ന തെറ്റ് ഒരുപക്ഷെ മക്കൾ ചോദ്യം ചെയ്തേക്കാം. ഉപ്പ എന്റെ പള്ളിയിൽ പോകാത്തതെന്ന് ചോദിച്ചേക്കാം, ഉമ്മ എന്റെ നിസ്കരിക്കാത്തത് എന്ന് ചോദിച്ചേക്കാം. ആ സമയങ്ങളിൽ ഇല്ലാത്ത നുണകൾ പറഞ്ഞ് മക്കളെ പറ്റിക്കരുത്. അതാണ് പിന്നെ മക്കൾ പഠിക്കുന്നത്, അതാണ് മക്കളുടെ സ്വഭാവമായി മാറുന്നത്. അതുകൊണ്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമോനോട് പറഞ്ഞു, ഉദ്നു മിന്നീ, ഇങ്ങോട്ട് വാ മോനെ, ഇങ്ങോട്ട് വാ മോനെ. ഫദനാ മിൻഹു, ഉപ്പയുടെ അടുത്തേക്ക് പോയി ആ മകൻ. ഫഖബ്ബല ബൈന ഐനൈഹി, തന്റെ പൊന്നുമോന്റെ നെറ്റിത്തടത്തിൽ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചുംബിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അഖ്റജ മിൻ ളഹരി, അല്ലാഹുവേ എനിക്കൊരു കുഞ്ഞിനെ തന്നുവല്ലോ റബ്ബേ. മയ്യുഈനുനി അലാ ദീനി, ദീനിയായ കാര്യങ്ങളിൽ എന്നെ സഹായിക്കുന്ന ഒരു കുഞ്ഞിനെ എനിക്ക് തന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ട് ആ പൊന്നുമോന്റെ നെറ്റിത്തടത്തിൽ ചുംബിക്കുകയാണ് ആ പിതാവ് ചെയ്തത്. നമ്മളോ മക്കളെ ഭീഷണിപ്പെടുത്തുകയാണ്, മക്കളെ ഞെട്ടിക്കുകയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അൽഹംദുലില്ലാഹ്, തിന്മ കാണുമ്പോൾ തിരുത്തുന്ന ഒരു മകൻ എനിക്കുണ്ടായല്ലോ, തെറ്റ് കാണുമ്പോൾ തിരുത്തുന്ന ഒരു ഉപ്പ എനിക്കുണ്ടല്ലോ, ഉമ്മ എനിക്കുണ്ടല്ലോ. തിന്മകൾ കാണുമ്പോൾ, തോന്നിവാസങ്ങൾ കാണുമ്പോ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ഉസ്താദ് എനിക്കുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. ഈ ഒരു സ്വഭാവമാണ് നമ്മൾക്ക് വേണ്ടത്. തെറ്റ് തിരുത്തുന്ന ആളുകളെ ദേഷ്യപ്പെടുകയോ അവരോട് മോശമായി പെരുമാറുകയോ അവർക്ക് കൊട്ടേഷൻ ഇടുകയോ അല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചില ആളുകളുണ്ട്, എന്തെങ്കിലും ചില തിന്മകൾ കാണുമ്പോ അത് ഉണർത്തിയാൽ അതിന്റെ പേരിൽ വൈരാഗ്യം വെക്കുന്നവർ, അതിന്റെ പേരിൽ പക വെക്കുന്നവർ, അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ. അത് മുസ്ലിമിന് പറ്റിയതല്ല. കുന്തും ഖൈറ ഉമ്മ, അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞുവല്ലോ, കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാണ്. പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്, സമുദായങ്ങളിൽ ഏറ്റവും നല്ല ഉത്തമ സമുദായത്തിന്റെ ഉദാത്ത മാതൃകളായി മാറാൻ ചില ഡിമാൻഡുകളുണ്ട് എന്ന് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. എന്താണ് ആ ഡിമാൻഡ്? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നന്മ പ്രോത്സാഹിപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. നന്മ ചെയ്യാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കണം, നന്മ ചെയ്യാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും തിന്മ ചെയ്യരുത്, തിന്മ കാണുമ്പോൾ അത് തടയാൻ വേണ്ടി കൈകോർക്കേണ്ട ആളുകളാണ് നമ്മൾ. എന്നാലേ ഉത്തമ സമുദായമായി അള്ളാഹു നമ്മളെ എണ്ണുകയുള്ളൂ. ഇല്ലെങ്കിൽ അള്ളാഹു തആല നീചന്മാരിൽ നിന്യന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യും. അള്ളാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, അള്ളാഹു തആല ബനൂ ഇസ്രായേലിലെ ആലിമീങ്ങളെ ശപിച്ചത്, അവിടെയുള്ള സത്യനിഷേധികളെ ശപിച്ചത്, അള്ളാഹുവിന്റെ ശാപമുണ്ടായത് തെറ്റ് കാണുമ്പോൾ തിരുത്താത്തത് കാരണത്താലാണ്. തെറ്റ് കാണുമ്പോൾ കണ്ണടച്ച് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഉസ്താദുമാർ, ന്യായീകരിക്കുന്ന ആലിമീങ്ങൾ, എന്തെങ്കിലും അവരുടെ കൈകളിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി, എന്തെങ്കിലും
മുതലാളിമാരുടെയോ കമ്മിറ്റി ഭാരവാഹികളുടെയോ ഭാഗത്ത് തെറ്റ് കാണുമ്പോ ജോലി പേടിച്ച് അവർക്കെതിരെ ശബ്ദിക്കാത്ത ആളുകൾ സമുദായത്തിന് അപമാനമാണവർ, സമുദായത്തിന് ശാപമാണവർ, അള്ളാഹുവിന്റെ ശാപം ലഭിക്കാൻ കാരണമാകുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ബനൂ ഇസ്രായേലിന്റെ ചരിത്രം പഠിപ്പിക്കുകയാണ് നമ്മെ. ആലിമീങ്ങൾ തിരുത്താനുള്ളവരാണ്. ഉമറാക്കളുടെ ഭാഗത്ത്, കമ്മിറ്റി ഭാരവാഹികളുടെ ഭാഗത്ത്, ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും നാട്ടുകാരുടെ ഭാഗത്ത്, പ്രമാണിമാരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോ അവരെ കണ്ണടച്ച് അത് ന്യായീകരിക്കാൻ നിൽക്കരുത്. തെറ്റ് തെറ്റാണെന്ന് പറയാനുള്ള തന്റെ ഇടം നമ്മൾക്കുണ്ടാവണം. അതിന് ആരെയും പേടിക്കേണ്ടതില്ല, ഒരാളെയും ഭയക്കേണ്ടതില്ല. അല്ലാഹുവിനെ നമ്മൾ പേടിച്ചാൽ എല്ലാവരും അവനെ പേടിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തിനാ മറ്റുള്ള ആളുകളെ പേടിക്കേണ്ട ആവശ്യം? ഒരു ആവശ്യമില്ല. കമ്മിറ്റി ഭാരവാഹികളല്ല ജോലി തരുന്നത്, കമ്മിറ്റി ഭാരവാഹികളല്ല സാലറി തരുന്നത്, റിസ്ക് തരുന്നത്, ഭക്ഷണം തരുന്നത് നാട്ടുകാരല്ല. അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബ് ഒരു ഹദീസിലൂടെ, ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നബിതങ്ങൾ പറയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. നമ്മുടെ ചെറുക്കട എന്ന് പറയുന്നത് ഒരുപാട് ചെറുപ്പക്കാരുള്ള നാടാണ്. എവിടെ പോയി നമ്മുടെ ചെറുപ്പക്കാരൊക്കെ? നമ്മുടെ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ, റബീഉൽ അവ്വലിന്റെ 12 കടന്നു വരുമ്പോ തോരണങ്ങൾ അണിയിക്കാൻ നമ്മൾ തയ്യാറാണ്, സന്നദ്ധരാണ്. എല്ലാവരുടെയും സാന്നിധ്യമുണ്ട്. രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും വാഹനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ ഉറക്കൊഴിച്ചുകൊണ്ട് തോരണങ്ങളും അലങ്കാരങ്ങളും അണിയിക്കുന്ന ആളുകളെ കാണാറുണ്ട്. പക്ഷേ അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർക്കെതിരെ വ്യക്തമായ ഉത്തരം പറയാൻ പറ്റുമോ? അന്ന് രാവിലെ സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ നീ? അന്ന് രാവിലത്തെ ഇശാ നീ നിസ്കരിച്ചിട്ടുണ്ടോ? അന്ന് മഗ്രിബ് നീ നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. എന്ത് സ്നേഹമാണ് നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് സ്നേഹമാണ് നമ്മൾക്ക് പ്രകടിപ്പിക്കാനുള്ളത്? സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് എന്ത് സ്നേഹമാണ് നമ്മൾക്ക് പ്രകടിപ്പിക്കാനുള്ളത്? തഅസിൽ ഇലാഹ വഅൻത തുദ്ഹിറു ഹുബ്ബഹു ലകാല ഉംരി ഫിൽ മഖാൽ ശമീഉ ഇൻ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു യുതീഉ. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. അസീസ് കമാലിയ അല്ലെ, ഗൾഫിൽ നിന്ന് വന്നത് നമ്മുടെ റബീഉൽ അവ്വലിന് വേണ്ടിയായിരിക്കും. അതുപോലെ കുറെ ആളുകൾ എല്ലാ റബീഉൽ അവ്വലാകുമ്പോ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നാട്ടിലേക്ക് വരാറുണ്ട്. എന്തിനു വരുന്നു? ഹബീബിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ്, നബിതങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. നല്ലതാണ്. ആ ചെലവഴിച്ച ടിക്കറ്റിന് വരെ അല്ലാഹു പ്രതിഫലം തരും. 10,000 രൂപ, 6,000 രൂപ, 8,000 രൂപയൊക്കെ ചെലവഴിച്ചിട്ട് നാട്ടിലേക്ക് റബീഉൽ അവ്വൽ 12-ന് ചെറുപ്പക്കാരുടെ കൂടെ, നാട്ടുകാരുടെ കൂടെ പ്രവാചകന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കാൻ വന്നതിന്റെ ആ ഒരു തുക നാളെ ആഖിറത്തിൽ ഉപകരിക്കുമെന്നതിൽ സംശയമില്ല. പക്ഷേ നീ വന്നത് നബിതങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനെന്ന് നിന്റെ വാക്കിലൂടെ പറഞ്ഞാൽ പോലെ, നിന്റെ വാക്കിലൂടെ, നിന്റെ വേഷവിധാനത്തിലൂടെ പറഞ്ഞാൽ പോലെ. നീ ഹബീബിനോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ, ഹബീബ് പറഞ്ഞത് അനുസരിക്കാൻ നീ തയ്യാറാവൂലേ? നിന്റെ ഹെയർ സ്റ്റൈൽ അത് ഹബീബ് പഠിപ്പിച്ച ഹെയർ സ്റ്റൈൽ ആവൂലേ? നിന്റെ വേഷവിധാനങ്ങൾ, നിന്റെ കുപ്പായങ്ങൾ, നിന്റെ ചെറുപ്പുകൾ, നിന്റെ ഡ്രസ്സുകൾ എല്ലാം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെയാവൂലേ? ഹബീബിനെ ധിക്കരിച്ച് ഹബീബ് പറഞ്ഞതിന്റെ വിപരീതം പ്രവർത്തിച്ച് എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ റബീഉൽ അവ്വൽ 12 നമ്മൾ ആഘോഷിക്കുന്നത്? എന്ത് സ്നേഹമാണ് അതിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നത്? ഹബീബിന്റെ കോപമല്ലേ നമ്മൾ അതിലൂടെ സമ്പാദിക്കുന്നത്? റബീഉൽ അവ്വൽ 12 ആണെന്നും പറഞ്ഞ് കള്ളും കുടിച്ച്, കഞ്ചാവടിച്ച്, രാത്രി ഉറങ്ങാതെ തോരണങ്ങൾ അർപ്പിച്ച്, രാവിലെ പുത്തനുടുപ്പുകൾ ധരിച്ച്, വലിയ വലിയ വാഹനങ്ങൾ ഗൾഫിൽ നിന്നൊക്കെ ഇറക്കി അതിന്റെ നമ്പർ പ്ലേറ്റുകളൊക്കെ മാറ്റി, അറബിയിലുള്ള നമ്പർ പ്ലേറ്റുകൾ ഉണ്ടാക്കി, അതിന്റെ സൈലൻസറുകൾ മാറ്റി, അതിലൂടെ പരിസ്ഥിതിയെ മലിനീകരിക്കുന്ന രീതിയിൽ, പരിസ്ഥിതിയെ മലിനമാക്കുന്ന രീതിയിൽ നമ്മൾ പുകകൾ വിസർജിച്ച്, ശബ്ദമുണ്ടാക്കി,
നാട്ടുകാരെ വിഷമിപ്പിച്ച് അന്യമതസ്ഥരായ ആളുകളെ അവർക്ക് നമ്മോട് വെറുപ്പുണ്ടാക്കി എന്ത് സ്നേഹമാണ് നമ്മൾക്ക് പ്രകടിപ്പിക്കാനുള്ളത്? ഇതാണോ പരിശുദ്ധ ദീൻ പഠിപ്പിച്ച സ്നേഹം? ഇതാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന സ്നേഹം? ഇതാണോ? കാസർഗോട്ടുകാർക്ക് ഇതിൽ അല്പം ആവേശം കൂടുതലാണ്, വേണ്ട എന്നല്ല. മറ്റുള്ള ജില്ലകളിൽ ഇല്ലാത്ത രീതിയിലുള്ള തോരണങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. വലിയ ആഘോഷമാണ് നമ്മൾക്ക്, എല്ലാം ഖൈർ തന്നെ. പക്ഷേ അനിസ്ലാമികമായിട്ടുള്ള ആഘോഷം നമ്മളിൽ ഉണ്ടാവരുത്. റാലിയിൽ പോകുന്ന ചെറുപ്പക്കാരൻ, രാത്രി തോരണമണിയിക്കുന്ന ചെറുപ്പക്കാരന്റെ ഹെയർ സ്റ്റൈൽ ക്രോപ്പ് ചെയ്ത ഹെയർ സ്റ്റൈൽ ആവാൻ പാടില്ല. എന്നാൽ ഉറക്കൊഴിക്കുന്നതിന് പകരം അവന് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നതാണ് നല്ലത്. ഹറാമായ ഹെയർ സ്റ്റൈൽ, നബി തങ്ങൾ ഇഷ്ടപ്പെടാത്ത ഹെയർ സ്റ്റൈൽ, നബി തങ്ങൾ ദേഷ്യപ്പെട്ട ഹെയർ സ്റ്റൈൽ ഹറാമാണെന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിച്ച മുടിയുടെ രീതി. ഈ ഒരു രീതിയുമായി എന്ത് സ്നേഹമാണ് നിനക്ക് പ്രകടിപ്പിക്കാനുള്ളത്? നിന്റെ പാൻസുകൾ മുട്ടിന് മുകളിൽ കീറിപ്പറഞ്ഞ പാൻസുകൾ ധരിക്കുന്ന ചെറുപ്പക്കാരെ പലപ്പോഴും ഞാൻ കാണാറുണ്ട്, വളരെ വിഷമം തോന്നാറുണ്ട്. എങ്ങനെയാണ് നമ്മുടെ നിസ്കാരങ്ങൾ സ്വീകരിക്കപ്പെടുന്നത്? എങ്ങനെയാണ് നമ്മുടെ നിസ്കാരങ്ങൾ സ്വീകരിക്കപ്പെടുന്നത്? നിസ്കാരമില്ല എന്ന് ഞാൻ പറയൂല. ചെറുപ്പക്കാർക്ക് ഇന്ന് നിസ്കാരമുണ്ട്, ജമാഅത്തിന് പോകുന്നവരുണ്ട്, പള്ളിയിലേക്ക് പോകുന്നവരുണ്ട്, നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനെ ചില പോരായ്മകൾ നമ്മുടെ ചെറുപ്പക്കാരിൽ കാണാറുണ്ട്. മുട്ടിന് മുകളിൽ കീറിപ്പറഞ്ഞ പാൻസ് എന്തിനാണ് ധരിക്കുന്നത്? ഔറത്ത് മറയാതെ നിസ്കരിച്ചാൽ എങ്ങനെയാണ് നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നത്? അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് വളരെ സ്നേഹത്തിൽ പറയാനുള്ളത്, നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ, ആത്മാർത്ഥമായി നിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഹബീബ് പറഞ്ഞതുപോലെ അനുസരിക്കാൻ നീ തയ്യാറാവൂലേ? നിന്റെ കണ്ണ് നിയന്ത്രിക്കാൻ നീ തയ്യാറാവൂലേ? നിന്റെ വേഷവിധാനങ്ങൾ, ഒരു റാലി, ഒരു ജാഥ, അത് പഠിപ്പിച്ചത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ 2 ജാഥയാണ് കഅബയിലേക്ക് പുറപ്പെട്ടത്. 2 റാലി, നമ്മുടെ നബിദിന റാലികൾ പോലെ 2 റാലിയാണ് അല്ലാഹുവിന്റെ ഹബീബ് സജ്ജീകരിച്ചത്. ആദ്യത്തെ റാലിയിൽ മഹാനായ ഉമർ തങ്ങളാണ് മുമ്പിലുള്ളത്. രണ്ടാമത്തെ റാലിയിൽ മഹാനായ ഹംസത്തുൽ കർറാർ, ഇസ്ലാമിക ചരിത്രത്തിലെ ധീരശൂര പരാക്രമികളായ അജയ്യരായ നേതാക്കന്മാരാണ് മഹാനായ ഉമർ തങ്ങളും ഹംസത്തുൽ കർറാറും. 2 പേരെയും മുന്നിൽ നിർത്തി ശത്രുക്കളെ ഒന്ന് വിരട്ടാൻ വേണ്ടി, ഇത് ഞങ്ങളോട് കളിക്കരുത്, ഞങ്ങളുടെ കൂടെ ഹംസയുണ്ട്, ഞങ്ങളുടെ കൂടെ ഉമറുണ്ട്, ഞങ്ങളോട് കളിക്കരുത്, ഞങ്ങളെ പീഡിപ്പിക്കാൻ വരരുത്, ഞങ്ങളെ ദ്രോഹിക്കാൻ വരരുത് എന്ന ഡിമാൻഡിൽ ആ ഒരു നിർദ്ദേശം മനസ്സിൽ കരുതിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് തുടങ്ങി വെച്ച റാലിയാണ്. ആ ഒരു ആവേശമാണ് നമ്മൾ നബിദിനത്തിൽ തുടങ്ങുന്നത്, നബിദിനത്തിൽ ചെയ്യുന്നത്. പക്ഷേ അനിസ്ലാമികമായ ഒന്നും നമ്മുടെ റാലിയിൽ ഉണ്ടാവാൻ പാടില്ല. നിന്ന് വെള്ളം കുടിക്കരുത്, മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല, നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് വളരെ വ്യക്തമായ ഹദീസുകളിൽ കാണാം. ആ നമ്മളാണ് നബിദിനത്തിൽ റാലിയായി വരിവരിയായി അണിയണിയായി പോകുന്ന ആളുകൾക്ക് നിന്നിട്ട് വെള്ളം കുടിക്കാൻ നൽകുന്നത്. എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാൻ പറ്റുക? പച്ചയ്ക്ക് ഹബീബിനെ എതിർക്കലല്ലേ അത്? പച്ചയ്ക്ക്, വളരെ പച്ചയ്ക്ക് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ധിക്കാരമല്ലേ അത്? നിന്ന് വെള്ളം കുടിക്കരുതെന്നല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്? ഇരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ? അതേപോലെ ഭക്ഷണത്തിന്റെ അവസ്ഥയും അത് തന്നെയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ എന്റെ ചെറുപ്പക്കാരോട്, നബിദിനത്തിൽ ഒരുപാട് നമ്മുടെ വാഹനങ്ങൾ അലങ്കരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തോളൂ, ഹബീബിനോടുള്ള സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ചെയ്തോളൂ. പക്ഷേ ആ വാഹനം കൊണ്ട് ഒരു യാത്രക്കാരനും ദ്രോഹം ഉണ്ടാവാൻ പാടില്ല. നിന്റെ വഴിയിലൂടെ നീ ഹോണടിച്ച് നിന്റെ പുക വിസർജിച്ചിട്ട് ശബ്ദമുണ്ടാക്കി പോകുമ്പോ ഒരു മുസ്ലിമിനോ ഒരു അമുസ്ലിമിനോ അതുമൂലം ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ആളുകളെ ദ്രോഹിക്കുന്ന രീതിയിൽ, പരിസ്ഥിതിയെ മലിനീകരിക്കുന്ന രീതിയിൽ നീ നിന്റെ വാഹനം ക്രമീകരിച്ചാൽ അത് അല്ലാഹുവിന്റെ പൊരുത്തമുള്ള റാലിയല്ല. നീ തൽക്കാലം ആ റാലി നിർത്തിവെച്ച് നിന്റെ വീട്ടിൽ ഇരിക്കലാണ് നിനക്ക് നല്ലത്. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രീതിപ്പെടുത്താൻ അത് കാരണമാവൂല. ഹബീബിന്റെ കോപം, ഹബീബിന്റെ ശാപം അതുവഴി ഏറ്റുവാങ്ങുമെന്നതിൽ സംശയമില്ല. വഴിയിലൂടെ പോകുന്ന ആളുകൾക്ക് ദ്രോഹം ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ റാലിയും നബിദിന റാലിയും ഉണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങൾ പറഞ്ഞത്, വഴിയിലൊരു കല്ല് കണ്ടാൽ, വഴിയിലൊരു മുള്ള് കണ്ടാൽ അതിനെ നീക്കണമെന്നല്ലേ പഠിപ്പിച്ചത്? അത് ഈമാനിന്റെ ഭാഗമെന്നല്ലേ പഠിപ്പിച്ചത്? മഹാന്മാരായ സഹാബാക്കൾ റോഡിന്റെ സൈഡിൽ ഇരിക്കുമായിരുന്നു, വഴിയരികിൽ ഇരിക്കുമായിരുന്നു. നമ്മുടെ ചെറുപ്പക്കാര് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നത് പോലെ, ചില കട്ടകളിൽ ഇരിക്കുന്നത് പോലെ, ഇലക്ട്രിക് പോസ്റ്റുകൾ അതിനെ കുറുകെ വെച്ച് അതിന്റെ മുകളിൽ ഇരുന്ന് ചെറുപ്പക്കാർ സറ പറയുന്നത് പോലെ മഹാന്മാരായ സഹാബാക്കൾ വഴിയുടെ അരികിൽ ഇരിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വഴിയിൽ ഇരിക്കാൻ പാടില്ല, വഴിയിൽ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ വഴിയിൽ ഇരിക്കാൻ പാടില്ല. അപ്പോഴാണ് മഹാന്മാരായ സഹാബാക്കൾ ഇയ്യാകും വൽ ജുലൂസ് അല തുറുഖാത്ത്, വഴികളിൽ നിങ്ങൾ ഇരിക്കല്ലേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പോഴാണ് സഹാബാക്കൾ പറഞ്ഞത്, മാലനാ ബുദ്ദുൻ, നബിയേ ഞങ്ങൾക്ക് ഇത് ഒഴിവാക്കാൻ പറ്റൂല നബിയേ, ഞങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ് നബിയേ, ഇത് ഒഴിവാക്കാൻ ഞങ്ങൾക്ക് പറ്റൂല നബിയേ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഇന്നമാ ഹിയ മജാലിസുനാ നതഹദ്ദസു ഫീഹാ, നബിയേ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കുശലാന്വേഷണങ്ങൾ നടത്താറുണ്ട്, ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കഥ പറയാറുണ്ട്, ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ തമാശ പങ്കിടാറുണ്ട് നബിയേ, ഇത് ഒഴിവാക്കാൻ നബിയേ അങ്ങ് പറയരുത്, അങ്ങ് ഞങ്ങളെ ഇത് ഒഴിവാക്കാൻ നിർബന്ധിക്കരുത് നബിയേ. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഫഇദാ അബൈതും ഇല്ലൽ മജാലിസ, നിങ്ങൾക്ക് ഇരിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരാളെ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കുമ്പോ ഹബീബിന്റെ ഈ ഹദീസാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത്. നബി തങ്ങൾ ഇരിക്കരുതെന്ന് പറഞ്ഞപ്പോ മഹാന്മാരായ സഹാബാക്കൾ ചോദിച്ചു, നബിയെ ഞങ്ങൾ ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് സ്വറ പറയാൻ നല്ല രസമാണെന്ന്. നബി തങ്ങൾ ഒരിക്കലും ഇരിക്കാൻ പാടില്ല, ഞാൻ പറഞ്ഞതിനെ ധിക്കരിക്കാൻ നിങ്ങൾ ആരാ? അതല്ല നമ്മൾ ചോദിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അങ്ങനെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ആ വഴിക്ക് ചില അവകാശങ്ങളുണ്ട്, ആ റോഡിന് ചില അവകാശങ്ങളുണ്ട്, ആ അവകാശങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ വഴിയിൽ ഇരിക്കാൻ പാടുള്ളൂ എന്ന് സ്വഹാബാക്കൾ ചോദിച്ചു. വമാ ഹഖ്ഖു ത്വരീഖി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ എന്താണ് വഴിയുടെ അവകാശം? വഴികൾക്ക് എന്ത് അവകാശമാണുള്ളത്? വഴികൾക്ക് എന്ത് ബാധ്യതയാണ് നബിയെ ഉള്ളത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടി, ചെറുപ്പക്കാരാ ജീവിതത്തിൽ പകർത്തണേ. വഴിയിലിരിക്കാൻ വേണ്ടി പോകുന്നവർ, റോഡ് സൈഡിലേക്ക് പോകുന്നവർ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ ബസ് സ്റ്റാൻഡുകളിൽ ഇരിക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. എന്തിനാണ് പോകുന്നതെന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ആരൊക്കെയാണ് പോകുന്നതെന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളോട് പറയുകയാണ്, വഴിയിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണ് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അവിടെ പോകുന്ന എല്ലാ പെണ്ണുങ്ങളെയും നിങ്ങൾ സെൻസർ ചെയ്യരുത്. അവിടെ പോകുന്ന പെണ്ണുങ്ങളുടെ വായ നോക്കാൻ വേണ്ടി നിങ്ങൾ ഇരിക്കരുത്. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ നിർബന്ധമായും നിയന്ത്രിച്ചിരിക്കണം. അത് വഴിയാണ്, പൊതുവഴിയാണത്. അതിലൂടെ പലരും കടന്നു പോകും. സ്കൂളിലെ വിദ്യാർത്ഥിനികൾ, പല ആളുകൾ ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നവർ, എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ വല്ലതും വാങ്ങാൻ വേണ്ടി പോകുന്ന ആളുകൾ, ആണുങ്ങളുണ്ടാകും പെണ്ണുങ്ങളുണ്ടാകും. അവരെ നോക്കാൻ പാടില്ല. നിങ്ങളുടെ കണ്ണ് നിങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അവിടെ ഇരുന്നിട്ട് പോകുന്ന വഴി പോകൽ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്, കമന്റ് അടിക്കരുത്, നമ്പറുകൾ കൈമാറരുത്, അവരെ നിങ്ങൾ ശല്യം ചെയ്യരുത്, പൂവാരന്മാരായി നിങ്ങൾ മാറരുത്. എത്ര മനോഹരമായിട്ടാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് ഈ ഒരു ഹദീസ് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇതല്ലേ ഇന്ന് സംഭവിക്കുന്നത്? ബൈക്കിലൂടെ, കാറിലൂടെ, ബുള്ളറ്റ് എടുത്ത്, കാറെടുത്ത് റോഡിന്റെ സൈഡിലേക്ക്, കോളേജിന്റെ സൈഡിലേക്ക്, അതിന്റെ വരാന്തകളിലേക്ക് റോന്ത് ചുറ്റുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, വഖഫുൽ അദാ, നിന്റെ വാക്ക് കാരണം മറ്റൊരാൾക്ക് വേദന ഉണ്ടാവാൻ പാടില്ല. ഒച്ചപ്പാടുണ്ടാക്കരുത്. ഒരുപക്ഷേ മറ്റുള്ള ആളുകൾ അവിടെ ഉണ്ടാകാം, അവർക്ക് നിന്റെ ശബ്ദമോ നിന്റെ സാന്നിധ്യമോ അവർക്കൊരു ദ്രോഹം ചെയ്യാൻ പാടില്ല. അവിടേക്ക് വന്ന് ആരെങ്കിലും സലാം പറഞ്ഞാൽ സലാം അടക്കണം, സലാം അടക്കാതിരിക്കരുത്. ആരെങ്കിലും അവിടേക്ക് വന്നാൽ അവര് സലാം പറയുകയാണെങ്കിൽ സലാം അടക്കണം.
മഅറൂഫി വനഹിയുൻ അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യണം. അവിടെ ഇരിക്കുകയാണ്, വല്ല തെറ്റും കാണുമ്പോ ചെയ്യരുത്, അത് തെറ്റാണ്, അത് പാപമാണ്, അത് മഹാപാതകമാണെന്ന് പറയാനുള്ള സങ്കൂറ്റം നിങ്ങൾക്കുണ്ടാവണം. തെറ്റ് കാണുമ്പോൾ നിരുത്സാഹപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം. നന്മ പ്രോത്സാഹിപ്പിക്കുകയും വേണം. വഴിയിലിരുന്നിട്ട്, ബസ് സ്റ്റാൻഡിലിരുന്നിട്ട് ഇല്ലാത്ത വ്യഭിചാരങ്ങളുടെ കഥകൾ പറയരുത് ചെറുപ്പക്കാരാ. സിനിമയുടെ കഥകൾ പറയരുത്. സിനിമക്ക് പോയത്, തിയേറ്ററുകളിൽ കയറിയത്, പ്രണയിച്ചത്, ചാറ്റ് ചെയ്തത്, ചീറ്റ് ചെയ്തത്, ഈ കഥകൾ ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് പരസ്പരം ഷെയർ ചെയ്യരുത്. അല്ലാഹുവിന് ഇഷ്ടമുള്ള വിഷയമല്ലായത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ജഹ്റ ബിസ്സൂ. തിന്മകളെ പരസ്യമാക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. തെറ്റ് ചെയ്യുന്നതേ ഇഷ്ടമല്ല. എന്നല്ലേ തെറ്റ് ചെയ്യുന്നത് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുക. ഇന്നത്തെ ഒരു പൊതു ശൈലിയാണ്, ചെറുപ്പക്കാരുടെ ഒരു വികാരമാണ്. ഒരു തെറ്റ് ചെയ്ത് അത് ആഘോഷിക്കും. വളരെ വിഷമമുണ്ട്. ഒരു കാര്യം പറയും, കഴിഞ്ഞ നിബിധനത്തിനാണെന്ന് തോന്നുന്നുണ്ട്, നമ്മുടെ കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്ത്രീയുടെ കൂടെ നമ്മുടെ ചെറുപ്പക്കാർ സെൽഫി എടുത്ത്, എന്നിട്ട് സെൽഫി എടുത്തത് തെറ്റാണ്. അവരും അവരുടെ റബ്ബുമായി ഇടപെടുന്ന വിഷയമാണ്. പക്ഷേ അത് സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്യപ്പെടലോടുകൂടി അള്ളാഹുവിന്റെ കോപത്തിന്റെ ഇരയായി, അള്ളാഹുവിന്റെ ദേഷ്യത്തിന്റെ ഇരയായി മാറി. ഒരു തെറ്റ് ചെയ്തു, വ്യഭിചാരമാണ്, ഒരു തെറ്റ് ചെയ്തു, അത് സോഷ്യൽ മീഡിയകളിലൂടെ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു. വ്യഭിചാരം അല്ലാഹു മാപ്പ് നൽകാത്ത ദോഷം. അല്ലാഹു തആല മഹാന്മാരായ സ്വഹാബാക്കളോട് പറയുന്നുണ്ട്, എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. കുല്ലു ഉമ്മത്തി മുആഫാ. എന്റെ സമുദായത്തിന് ഞാൻ മാപ്പ് കൊടുക്കും, എല്ലാവർക്കും മാപ്പ് കൊടുക്കും. അറബിക്കടലിലെ തിരമാലകൾ കണക്കെ തെറ്റ് ചെയ്താലും ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ സമീപത്തേക്ക് തൗബ ചെയ്തു വന്നാൽ മർഹബൻ ബിസ്സായിബീൻ, നിന്റെ തൗബ സ്വീകരിച്ച് അല്ലാഹു നിനക്ക് മാപ്പ് നൽകാൻ തയ്യാറാണ്. ഭൂമി നിറയെ തിന്മകളുടെ കൂമ്പാരങ്ങളുമായി അല്ലാഹുവിന്റെ ഹബീബ് റബ്ബിനെ നീ സമീപിച്ചാൽ ആകാശം നിറയെ പാപമോചനവുമായി, അഫുവുമായി, മാപ്പുമായി അല്ലാഹു നിന്നിലേക്ക് കടന്നു വരും. പക്ഷേ ചില പാപങ്ങൾക്ക് അല്ലാഹു മാപ്പ് തരൂല. ഏതാണ് ആ പാപങ്ങൾ? ഏതാണ് ആ കുറ്റങ്ങൾ? കുല്ലു ഉമ്മത്തി മുആഫാ. എന്റെ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും ഞാൻ മാപ്പ് നൽകുമ്പോ ചില ആളുകൾക്ക് ഞാൻ മാപ്പ് നൽകൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഏതാണ് ആ വിഭാഗം? ഇല്ലൽ മുജാഹിദീൻ, ഇല്ലൽ മുജാഹിദീൻ. തിന്മകൾ പരസ്യമാക്കുന്ന ആളുകൾ. ഒരു തെറ്റു ചെയ്താൽ അത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ. പണ്ടത്തെ പോലെയല്ലല്ലോ, പഴയ പോലെയല്ലല്ലോ ഇന്നത്തെ അവസ്ഥ. ഒരു കാര്യം മറ്റൊരാളോട് പറഞ്ഞാൽ മാക്സിമം ഒരു 100 ആളുകളിലേക്ക് എത്തിയേക്കാം. പക്ഷേ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കപ്പെടലോടുകൂടെ അത് ലോകത്തിന്റെ മുഖമൂലകളിലേക്ക് എത്തുകയാണ്. നീ ഡിലീറ്റ് ചെയ്താലും നിനക്കത് മായ്ച്ചു കളയാൻ പറ്റൂല. നീ അത് എത്ര ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നിന്റെ കൈകളിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ പോയത് തന്നെയാണ്. ഓരോ ആളുകൾ ആ ഒരു ഹറാമ് കാണുമ്പോ അതിന്റെ ഓരോഹരി നിന്റെ വീട്ടിലേക്കാണ് വരുന്നത്. ഓരോ ആളുകൾ ആ ഒരു തിന്മ കാണുമ്പോ, പെണ്ണിന്റെ ഫോട്ടോയാണ് നീ അപ്ലോഡ് ചെയ്തതെങ്കിൽ പെണ്ണിനെ കാണാൻ ഹറാമാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ആ ഒരു ഹറാം എത്ര ആളുകളാണോ കാണുന്നത്, എത്ര ആളുകളാണോ അത് ലൈക്ക് ചെയ്യുന്നത്, എത്ര ആളുകളാണോ ഷെയർ ചെയ്യുന്നത്, ഓരോ ഷെയറുകളും 5000 ആളുകളിലേക്കാണ് എത്തിക്കുന്നത്. നീ ഒരു ഹറാമായ വീഡിയോ വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അപ്ലോഡ് ചെയ്താൽ നീ അപ്ലോഡ് ചെയ്യലോടുകൂടി നിന്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ അത് കാലാകാലം ഏതുവരെ, ഖിയാമത്ത് നാൾ വരെ നിന്റെ ഖബറിലേക്ക് അനിയന്ത്രിതമായി നിനക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ നിന്റെ ഖബറിലേക്ക് നിരന്തരമായി വരുന്ന തിന്മയായി ആ വീഡിയോകളും ആ മെസ്സേജുകളും മാറുകയാണ്. നീ ഓർത്തിട്ടുണ്ടോ ഈ അത്ഭുതത്തെ കുറിച്ച്? നീ ഓർത്തിട്ടുണ്ടോ ഈ അപകടത്തെ കുറിച്ച്? ഒന്നും അറിയാതെ കാര്യങ്ങളിൽ ഇടപെടരുത് ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ.